നമസ്കാരം. വീണ്ടും വിചിത്ര നിയമവുമായി വന്നിരിക്കുകയാണ് താലിബാൻ. ഇത്തവണത്തെയും ഇരകൾ സ്ത്രീകൾ തന്നെയാണ്. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന തരത്തിൽ ജനാലകൾ ഉണ്ടാവരുത്. സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകാം. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന തരത്തിൽ ജനാലകൾ ഉണ്ടാവരുത്. സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാർപ്പിട കെട്ടിടങ്ങളിൽ ഇനി ജനാലകൾ വേണ്ട എന്നെല്ലാമാണ് താലിബാന്റെ പുതിയ ഉത്തരവ്. മുനിസിപ്പൽ അധികാരികളും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ വീടുകൾക്ക് ഇത്തരം ജാലകങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ച മറയും വിധം മതിൽ പണിയണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അഫ്ഗാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാർപ്പിട കെട്ടിടങ്ങളിൽ ജനാലകൾ നിർമ്മിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് താലിബാന്റെ പരമോന്നത നേതാവ് സബിഹുള്ള മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഉത്തരവിൽ പറയുന്നുണ്ട്. ജാലകങ്ങൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്കുണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി താലിബാന്റെ കീഴിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ്. 1.5 കോടിയിലേറെ സ്ത്രീകൾ വീടുകളിൽ മാത്രമായി തളയ്ക്കപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം താലിബാൻ നിഷേധിച്ചിരുന്നു. ഭർത്താവിന്റെയോ പിതാവിന്റെയോ ഒപ്പമല്ലാതെ സ്ത്രീകൾ പൊതുനിരത്തിൽ ഇറങ്ങരുതെന്ന് ആയിരുന്നു നിർദ്ദേശം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ച താലിബാൻ പെൺകുട്ടികൾക്ക് മാത്രമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. ഹിജാബ് ധരിക്കാതെ സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്ന നിയമവും പ്രാബല്യത്തിൽ വരുത്തി. ഇതിന് പിന്നാലെയാണ് ജനലുകൾ നീക്കം ചെയ്യുന്ന വിചിത്ര നിയമവുമായി താലിബാൻ വീണ്ടും രംഗത്തെത്തുന്നത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ പൊതുസ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളും നടന്നിരുന്നു. ഈ ലിംഗവിവേചനത്തെ ഐക്യരാഷ്ട്രസഭ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. താലിബാനിലെ പെൺകുട്ടികൾക്ക് പോസ്റ്റ് പ്രൈമറി വിദ്യാഭ്യാസവും നിരോധിക്കുകയും തൊഴിൽ ലഭ്യത പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റുള്ള പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശനം തടയുകയും ചെയ്തിരുന്നു. സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും താലിബാൻ സർക്കാരിന്റെ ഇസ്ലാമിക നിയമത്തിൽ കർശനമായി വിലക്കിയിരുന്നു. ഇതോടെ വീടിന് പുറത്ത് ശബ്ദമുയർത്താനോ മുഖം കാണിക്കാനോ കഴിയാത്ത അവസ്ഥയായി. താലിബാനിലെ ചില പ്രാദേശിക റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളും സ്ത്രീ ശബ്ദങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത് നിർത്തി. അതേസമയം അഫ്ഗാൻ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ ഇസ്ലാമിക നിയമം ഉറപ്പാക്കുന്നു എന്നാണ് താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നത്. താലിബാൻ ഗവൺമെന്റ് വക്താവ് ശനിയാഴ്ച, അതായത് ഡിസംബർ 29 പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം മുറ്റം, അടുക്കള, അയൽവാസികളുടെ കിണറ്, സ്ത്രീകൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റ് സ്ഥലങ്ങൾ ഇവിടെയെല്ലാം കാണാൻ കഴിയുന്ന ജനലുകൾ കെട്ടിടങ്ങളിൽ ഉണ്ടാകരുത്. സ്ത്രീകൾ അടുക്കളയിലും മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നാണ് സർക്കാർ വക്താവ് സബിഹുള്ള മുജാഹിദ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്.